അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും റൈക്ക് ആൻഡ് ഗെയിമിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നല്ല വ്യത്യാസമുണ്ടോ ഡ്രസ്സിങ്, സർഫ് ബോർഡ് അങ്ങനെ ഡ്രാഗൺ കുട്ടനാണ് നമ്മളെടുത്ത് ഡ്രാഗൺ കുട്ടൻ. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന മാതിരിക്ക് തന്നെ ചില യൂട്യൂബേഴ്സ് പറയില്ല, ചില യൂട്യൂബേഴ്സ് പറയും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനലിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ. നമ്മൾ റോഡ് ടു 50 സബ്ബുണ്ട്. നമുക്കിപ്പോൾ 20 സബ്സ്ക്രൈബർ ഉണ്ട്. ഞാൻ 50 സബ്ബാക്കണം. അപ്പോൾ എനിക്കൊരു AK-47 കിട്ടി. അത് ഞാൻ കളിച്ചിട്ട് എങ്ങനെ പറഞ്ഞുതരാം. സോളോ വേഴ്സസ് സ്ക്വാഡാണ് കേട്ടോ, സോളോ വേഴ്സസ് ഡുവോ ആണ് കേട്ടോ. സോളോ വേഴ്സസ് ഡുവോ ആണ് കളിച്ചത്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ സ്ഥലമൊന്നും ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എവിടെയാണ്. മുമ്പിലൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ചിന് ശരി AK-47 എടുത്ത് ഇവിടെ കുത്തിറങ്ങും. ഇവിടെയാണ് ഞാൻ കളിച്ചത്. രണ്ടും ലോങ് റേഞ്ച് അല്ലേന്ന്. അവിടുന്ന് ഒരു ബേബി ഷോട്ട് ഗൺ കിട്ടി. അതൊന്നും അതിൻ്റെ കഥ. പിന്നെ താഴത്തേക്ക് നമ്മളെടുത്ത് ചാടി കുറച്ച് കോയിൻസൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ കളക്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റ് ഗണ്ണാണ് മുഖ്യം. അങ്ങനെ നമുക്ക് AW ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മറ്റേ സാധാ ഒരു ലോങ് റേഞ്ചാണ് കിട്ടിയത്. പിന്നെയും നമ്മൾ അങ്ങനെ തിരഞ്ഞുകൊണ്ടേക്ക് തന്നെ. ഞാൻ വെച്ചു ഇതിൻ്റെ മേലെ വലിയ ഷോർട്ട് റേഞ്ച് കൺസാൾ വല്ലതും ഉണ്ടാവും കരുതി അത് നോക്കി അങ്ങനെ നടക്കുകയാണ്. മുമ്പിലൊന്നുമില്ല, ഒക്കെ AK-47 എന്തൊക്കെയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് പെരന്ന ഉള്ളിൽ കയറാണ്. ഞാൻ കയറാൻ പോയപ്പോഴത്തേനും ഇവിടെ മാക്ടണ്ണാണ്. അതിൽ കിങ്ഫിഷർ വേണ്ടിയാണ് മാക്ടൺ എടുത്തു. എന്നിട്ട് അത് എടുത്താണ്ട് ചാടി കളിച്ചപ്പോൾ എംട്ടം കണ്ടു. ഓ, പിന്നെ അതന്നെയല്ലേ. പിന്നെ കുറച്ച് എക്കോയിനും എടുത്ത് അടുത്ത പോർട്ടിൽ പോയി അങ്ങോട്ട് പോയിൻ്റെ അവിടെ MP40 ഷോർട്ട് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് റേഞ്ച് തന്നെ ചെയ്യാനാ. പിന്നെ ഞാൻ അവിടെ ഒരു വെടിൻ്റെ ഒച്ച കേട്ടപ്പോൾ അവിടേക്ക് റഷ് ചെയ്ത് നോക്കി. ഇവിടെ ആരുമില്ല. ഒരു ചങ്ങായിണ്ട്, ഓനെ ഞാൻ വെടിച്ചിരുന്നു. അത് 5, 10, 15 എത്ര കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോളി. ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് കൊടുക്കുന്നു ചെയ്യാം. എങ്ങനെ വന്നപ്പോൾ ഒന്ന് നടന്നാണ്ട് വന്നിട്ട് തോന്നുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടോ ഞാൻ AK-47 ഞാൻ ഇരുന്നാണ്ട് അടിച്ചു ചെയ്യാൻ. എന്നിട്ട് അവിടെയും വലിയ ലൂട്ടറാന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോയി. സോണിൻ്റെ പുറത്തേനു. എന്നിട്ട് ഞാൻ അവിടുന്ന് UMP ഒന്നും വേണ്ട, നമുക്ക് തന്നെ മാറ്റി എന്ന് പറഞ്ഞായിരിക്കും. പിന്നെ ഞാൻ വിളിച്ചിട്ട് മറ്റേ 7th ആനിവേഴ്സറിൻ്റെ അതാലോചിച്ചപ്പോൾ അവിടേക്ക് അയച്ചു ഗ്രോസ് എടുക്കുക അയച്ചു. അവിടുന്ന് ഗ്രോസ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് ഏതോ കിട്ടി. അതിൽ പിന്നെ ഞാൻ അതിനുണ്ടല്ലേ, അതിൽ ഞാൻ പെട്ടെന്ന് മാപ്പിൽ മാർക്ക് ചെയ്ത് എടുത്തില്ലത്. ഒക്കെ സമയം ഇപ്പോൾ കഴിച്ചു 40 എത്ര സെക്കൻഡ് എത്ര ഉള്ളത്. പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് 1 മൊമെൻറ്റ്. അപ്പോൾ ഗൈസ് അത് ജസ്റ്റ് ഒന്ന് പോസാക്കിയാണ്. അപ്പോൾ ഞാൻ നേരെ I need equipment. ഫോണിൽ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ 7th ആനിവേഴ്സറി കയറിപ്പോയി. എന്നിട്ട് അവിടെ ഒരു ചങ്ങായി ഉണ്ട്. എനിക്ക് അടിച്ചിടാൻ ഫോണിനടിച്ചു. അന്ന് ഞാൻ അടിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ റഷ് ചെയ്ത് കയറിയാണ് ചെന്നു. അവനെ കണ്ടു, അടിച്ചാൻ ഇട്ടു. അവൻ ചക്കര വിചാരിച്ചാണ്ട് നോക്കുമ്പോണ്ടോ പിന്നെയും അടിച്ചു. ഞാൻ അടിച്ചാൽ വേണ്ടി ചെല്ലി കുറച്ച് കളക്ട് ചെയ്യാൻ അടിച്ചില്ലെങ്കിൽ ഇന്നാളത്തായിരിക്കും. ഇന്നാൾ മൂഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ആകെ 1000 ഉള്ളേനു. എനിമീസാണെങ്കിൽ കളിച്ചുകൊണ്ട് ഞാൻ ഇല്ലാതായമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബോക്സൊക്കെ പൊട്ടിച്ച് എനിക്ക് വേണ്ടി എത്ര 2000 കോയിൻസ് കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ പോയച്ചു. എന്നിട്ട് ഞാൻ അവിടേക്ക് പോയി. മറ്റേ ആകുമ്പോൾ ഒരു മഞ്ഞ സാധനം വരുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും. ഏച്ചാണ് ഞാൻ പെട്ടെന്ന് പോയി. അപ്പോൾ ആ മഞ്ഞ സാധനം വന്നുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ചടച്ചു. എന്നിട്ട് ഞാൻ വണ്ടി പുതിയ മിസ്റ്റർ ഷോപ്പിൻ്റെ ബണ്ടിൽ എടുത്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
ആരൊക്കെ മിസ്റ്റർ ജാക്കിൻ്റെ വണ്ടിയിലെടുത്തേക്കണ് ഇല്ല എന്നുള്ളത്. ഞാൻ ഗ്രോസ് എടുത്തു. എനിക്ക് തോക്ക് ബാക്കിയുണ്ടായിരുന്നു. അതിൽ ഞാൻ പിന്നെ M887 എടുക്കാൻ വിചാരിച്ചു. കാരണം M10 ഉണ്ടല്ല. അപ്പോൾ നമ്മൾ M887 എടുത്തു. എന്നിട്ട് M10 തന്നെ ഷിഫ്റ്റായി. ഉണ്ടിയും കിട്ടി. വാവ്. എന്നിട്ട് ഞാനങ്ങനെ ആ പോർട്ടൽ വഴി പോവാണ്. എന്നിട്ട് ഇനി എവിടെ ഇറങ്ങുന്നാവോ. ഞാൻ അടിക്കൊക്കെ ഇപ്പോൾ ഏതോ സ്ഥലം. അവിടെ ആണെങ്കിൽ ആരോ റിവൈവ് ചെയ്യുന്നു. അതിൽ ഞാൻ നേരെ ഓനെ പോയി കണ്ട് അടിച്ചു വിചാരിച്ചു. അതിൽ അവിടെ നിറച്ചു പട 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 ഒച്ച കേൾക്കുന്നു. ഒറ്റ ചാടില്ല. ഫോണങ്ങനെ ലാഗായി. ഞാൻ വീടിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയാണ് ചാടി. എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ഇതൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ ആ പെരൻ്റെ ഉള്ളിൽ കയറി ഒഴിച്ചിട്ടു. പക്ഷേ ഒഴിച്ചിരുന്നു. മറ്റേ അടിച്ചിട്ട് മറ്റേ വലിച്ചനൊക്കെ ഉണ്ട് നോക്കി. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഞാൻ സീരിയസിലൊന്നും എടുക്കണ്ട. ഉണ്ട് നോക്കി എന്തുമില്ല മനസ്സിലായി. അതിൽ ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് മെഡിക്കറ്റ് അടിച്ച് ചോദിച്ചു. പിന്നെ മഷ്റൂം ഉണ്ടല്ലോ മത്തിയെന്ന് വെച്ച് പേരും കല്ലാണ് പട്ട് 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 പേര് വെച്ചാണ്. പിന്നെ അല്ല ഹെഡ്സെറ്റ് വെച്ചാണ് കളിച്ചത്. നല്ല വെച്ചതാണ്. അത് ഞാൻ പുറത്ത് കിടന്ന് കഴിച്ചു. അവിടെ അടുത്തൊരു ഇവിടെ വിളിച്ച് കഴിച്ചു. അതിലൊരു എനിമി അടിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ബാക്ക് ഒരു ടീമിനെ ഫുൾ വൈപ്പ് ഔട്ടാക്കി. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ക്യാമ്പ് ചെയ്യാൻ അയച്ചു. എന്നിട്ടും ഓക്സിജൻ നോക്കിയപ്പോൾ ഓക്സിജനില്ല. ഓക്സിജൻ എന്താണാവോ അതില്ല. ഞാൻ പിന്നെ ആ സ്ഥലത്തേക്ക് തന്നെ വയ്ക്കാണ്ട് അവിടെ ഇരുന്ന് വട്ടം കറങ്ങി. ഒന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോയി. M10 എടുത്ത് കണ്ടാണ് മീൻസ് കയറി വരണോണ്ട് അടിച്ചാണ്ടാക്കി കയറ്റി കൊടുക്കുക വിചാരിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഇരിക്കുക. അതിലൊരുത്തന് വന്നീനൊന്നല്ല കയറി വന്നിട്ട് ട്രാപ്പിലൊന്ന് കുടുങ്ങിപ്പോയി. ഞാൻ കാട്ടിത്തരാം. അവൻ്റെ ട്രാപ്പിലുണ്ട് കുടുങ്ങിയോന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരൊക്കെ നിങ്ങളെ ID താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ചങ്ങായി എത്തി. അങ്ങോട്ട് കയറി തന്നെ ആ മണ്ടറിന് ഒച്ച കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്നിട്ട് നോക്കിട്ടു. പെട്ടെന്ന് ഗ്ലൂവാളൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ അവനെ ഫുൾ ഫിനിഷ് ഓനെ ടീമേറ്റ് വരും വിചാരിച്ചാൽ അവിടെ ഒരു ഗ്ലൂവാൾ ഇട്ടതിൻ്റെ ശേഷം ഒരു സൂപ്പർ മെഡ് അടിച്ചു. സൂപ്പർ മെഡിറ്റ് അടിച്ച് ചോദിച്ചുണ്ട് M10 ലെവൽ മാക്സും ആക്കി. ടൺ എന്നിട്ടൊരു സൂപ്പർ മെഡിക്കറ്റ് അടിച്ചു. എനിക്ക് ഉറപ്പിന് അവിടെ പിന്നെ കാത്തിട്ടുണ്ടാവും അവൻ്റെ ബാക്കിയുള്ളവരേക്ക്. അപ്പം എനിക്ക് 2 കിലോ ആയിരുന്നു. സത്യം പറഞ്ഞൊരു ടീം ക്വൈറ്റ് ബാക്ക് എടുത്ത മാതിരിക്കേനും മനസ്സിലൊക്കെ. അപ്പോൾ ഞാൻ സോളോ കുറച്ച് സ്ക്വാഡും കളിച്ചിട്ടുണ്ടോ. ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയമണ്ടിൻ്റെ ലോബിയിലാണ് കേട്ടോ. ഞാനത് ഇങ്ങനെയൊക്കെ അടിച്ചിടാൻ നോക്കിയപ്പോൾ എന്തോ ആവണില്ല. പിന്നെ ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ടേന്ന്. പിന്നെ ബേബി ഷോട്ട് ഗൺ ഉണ്ടെന്ന് മനസ്സിലായതോടുകൂടി അതായിട്ട് അടിച്ചാൽ വിചാരിച്ചു. അതോ അവൻ്റെ ടീമേറ്റ് പുറത്തുനിന്നു. ഞാൻ അപ്പോൾ തന്നെ തോക്കെടുത്തു. എന്നിട്ട് ബേബി ഷോട്ട് ഗൺ 2 വിളിച്ചപ്പോൾ തന്നെ അത് പോയി. പിന്നെ ഓരോക്കെ പോകാൻ ഞാനങ്ങനെ പുറത്തിറങ്ങി. ചാടിക്കയറി ഇറങ്ങിയപ്പോൾ തന്നെ പെരും ലാഗടി. എന്നോട് ഒരുത്തുണ്ടായിരുന്നു. ഓനെ ഞാൻ കണ്ടുവച്ചു. സോണിലായിട്ടും കണ്ടു. ഞാൻ മെഡിക്കറ്റ് അടിച്ചു തിരക്കാണ് അവിടെ. മെഡിക്കറ്റ് അടിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ റഷ് ചെയ്യാൻ തച്ചുയൊക്കെ ഇട്ടാണ് റഷ് ചെയ്യാൻ വിചാരിച്ചു. ഞാനൊരു ഗ്രൂപ്പ് ഇവിടെ. എന്നിട്ട് ഓനെ സൈഡിൽ കൂടെ ഇരുന്നുണ്ടായിരുന്നു. ഞാൻ മെഡിക്കറ്റ് അടിച്ചാൽ വിചാരിച്ചപ്പോൾ മറ്റേ വെസ്റ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് അവിടെ 2 ഗ്ലൂ ഇട്ടതിന് ശേഷം എനിക്ക് ഉറപ്പിനോ സൈഡിൽ കൂടെ റഷ് ചെയ്ത് വരുന്നു. കാത്തിരുന്നു. എന്നിട്ട് പുതിയ സൈഡിൽ നിന്ന് ഏതൊരു ലൊട്ടാന്നുണ്ടായിരുന്നു. ടോണി അങ്ങനെയൊക്കെ ഏതൊരു ലൊട്ട